ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ചെറിയ ഒരു ഇരുട്ട് മയങ്ങി സന്ധ്യ മയങ്ങി വരുന്നൊരു സമയമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. വൈദികരുടെ ഇംഗ്ലീഷ് ധ്യാനം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കരുണ സമൃദ്ധിയായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും ചില മനുഷ്യർ പല സാഹചര്യങ്ങളും പറഞ്ഞു കേൾക്കാനുള്ള കാര്യമുണ്ട്. മനുഷ്യനല്ലേ, കുറച്ച് പാപമൊക്കെ ഉണ്ടാവും. മണ്ണിൽ നിന്നുണ്ടായതല്ലേ, മണ്ണിലോട്ട് മടങ്ങുന്നവരും വരെ കുറച്ച് സ്വഭാവമൊക്കെ ഉണ്ടാവും. ജാതികളിൽ തൂത്താ പോവുക, കുറച്ച് പാപമൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതൊന്നും സാരമില്ല, അതൊന്നും കുഴപ്പമില്ലെന്നേ എന്നൊരു ചിന്ത, ഒരു ലാഘവ ബുദ്ധി എപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടാം. നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴും പാപത്തെ ലഘൂകരിക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പാപത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന പിശാചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഇതിനെക്കുറിച്ചുള്ള വചനം നിങ്ങൾ മനസ്സിലാക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, പാപം ചെയ്യാൻ ആർക്കും അവിടുന്ന് അനുവാദം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവം അനുവാദം കൊടുത്തിട്ടുമില്ല, ദൈവം കൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ പാപമില്ലാത്തൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ ശരിക്കും നമുക്ക് പറ്റും, ദൈവത്തിൻ്റെ കൃപയും നിറഞ്ഞാൽ. എന്നാൽ കുറച്ച് പാപത്തിലൊക്കെ ചരിയെ ജീവിക്കാൻ പറ്റുമെന്ന് പിശാച് ഒരു നുണ വചനം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുക. അതെടുത്ത് കളയണം. പ്രഭാഷണം 15-20 മറക്കരുത്. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആശീർവാദം തരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൊണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.